നജീമേ ഇന്നെന്താ സംഭവിച്ച പറ. ഞാൻ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഇന്നലെ അവിടെ കൊണ്ടുവച്ചാൽ പറഞ്ഞ് കൊണ്ടുവെക്കല്ലേ എന്ന് പറഞ്ഞു. ഇതിന് കാര്യങ്ങൾ അന്വേഷിച്ചപ്പം ഇതിന് കുറച്ച് ദിവസം മുമ്പ് വേറെ പയ്യനോട് അടിയും വീഴിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് കോടതിയിൽ നിന്നൊരു ഓർഡറുണ്ട്, അവിടെ ഒരു സാധനം വെക്കാൻ പാടില്ല. എന്നാൽ 100 വട്ടം സാധനം അവിടെ വെക്കും. അവിടെ കിടക്കുന്ന ആൾക്കാരും കിടക്കും, ഒരുപാട് പേര് കിടക്കുന്നു. അതൊന്നും മൈൻഡ് ചെയ്തില്ല. രാത്രി വന്നപ്പോഴും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വണ്ടി എടുത്ത് എന്തിനാണ് നമ്മളായിട്ട് നിൽക്കുന്നത്, ഞാൻ വണ്ടി എടുത്ത് വേറെ എടുത്തുകൊണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു കിടത്തിൻ്റെ ഇടയ്ക്ക് കിടന്നു തുടങ്ങി. രാവിലെ ഞാൻ മുഖ്യമന്ത്രി ഉണ്ടോയെന്ന് അറിയും. അന്നേരം 12-ാം തീയതി വരുത്തോളം, അടുത്ത മാസം 27-ാം തീയതി മുഖ്യമന്ത്രി സ്ഥലത്ത്. അങ്ങനെ ഞാനൊരു തീരുമാനത്തിലെത്തി, നാളെ പരാതി കൊടുക്കണം. പരാതി കൊടുത്തിട്ട് നാട്ടിൽ കയറ്റണം, കുഞ്ഞുങ്ങളെയൊക്കെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിന്നാണ്. അന്നേരം ഇതിനിടയ്ക്ക് എനിക്ക് വിശന്ന് ഞാൻ കാപ്പി കുടിക്കാൻ പോയി. കാപ്പി കൂടി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ സാധനം അവിടെ കാണുന്നു. അന്നേരം 3 പോലീസുകാർ, ഫസ്റ്റ് SI കാണാതെ പോയതിനാണ് വണ്ടി ഇത് കേട്ടോ. 3 പോലീസുകാർ, ഫസ്റ്റ് ഒരു 3 പോലീസുകാർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. SI ഫസ്റ്റ് അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു ഈ വണ്ടി എടുത്തോണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഏതാ കൺട്രോൾ, ഈ പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ മുമ്പൊക്കെ ഇരിക്കുന്ന കഞ്ചോമൽ പോലീസ് സ്റ്റേഷൻ, അവിടുത്തെ SI ആണ്. എടുത്തോണ്ട് പോകാൻ ഞങ്ങൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞു. തെളിവ് സഹിതമുണ്ട്, ഒരു ചമ്പട ആളുണ്ട് അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വണ്ടി അവരവിടെ കൊണ്ടുപോയി. ഞാൻ ആ കാപ്പിയെ കുടിച്ചതിന് വന്നതിന് ശേഷം എൻ്റെ വണ്ടി എത്തിയെന്ന് അന്വേഷിച്ചു. അന്നേരം എനിക്ക് ഇട്ടേക്കുന്നത് ഇന്നടുത്തിട്ട് പോയെന്നുള്ള റിപ്പോർട്ട് കിട്ടി. ക്യാമറയും വർക്കല്ലായിരുന്നു, കാരണം നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലയോ എന്നുള്ള രീതിയിൽ ക്യാമറ ഓൺ ആക്കിയിട്ടില്ല. ക്യാമറ സെറ്റ് ഉൾപ്പെടെ അതിനകത്തുള്ളതാണ്. ഞാൻ അവിടെ ചെന്നപ്പം മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിലുള്ള ഡയലോഗുകളും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു ഞാനൊരു സോഷ്യൽ വർക്കറാണ്, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഞാനെന്താ വേണം, അവിടെ ഇരിക്കുന്ന പോലീസുകാർ അവരുടെ പേരൊന്നും മനസ്സില കണ്ടാലേ അറിയും. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സാധനങ്ങൾ വേണം, എനിക്ക് ഡ്രസ്സായോ പൈസയോ മറ്റുള്ള കാര്യങ്ങളോ അല്ല. കണ്ടമാനം പരാതികളാണ്. തൂക്കി വിറ്റ 10,000 രൂപയുടെ പേപ്പർ വർക്ക് തന്നെയാണ്. ഓരോരുത്തരെ പരാതി, ഓരോരുത്തരെ കണ്ണുനീരാണ്. പട്ടി കടിച്ച ആൾക്കാരെ പരാതി, പിന്നെ അല്ലാതുള്ള പരാതികൾ. ഈ പരാതികളെല്ലാം ഇതിനകത്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ സാധനങ്ങൾ തിരിച്ചു വേണം. നിങ്ങൾ വണ്ടിയോ വീൽ ചെയറിനകത്ത് ഡ്രസ്സുണ്ടായിരുന്നു, ഫയലുകൾ, പിന്നെ എൻ്റെ പഴയ ഇതിപ്പം പുതിയതായിട്ട് എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് എടുത്തുന്നൊരു മൊബൈലാണ്. ഇതിനു മുമ്പ് എനിക്കൊരു മൊബൈലുണ്ടായിരുന്നു. ആ മൊബൈൽ പിന്നെ ഗ്രൂപ്പിൻ്റെ വകയായിട്ട് വേറെ ആളൊരു ഈ ചാർജ് പവർ ബാങ്ക്, പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഫയലുകൾ, പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എനിക്ക് ഒത്തിരി പോക്കറ്റ് ചായ കുടിക്കാൻ ചില്ലറ വെച്ച് വരുവായിരുന്നു. 14,500 ഉണ്ടായിരുന്നു. 14,500 ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. ഞാൻ നമുക്ക് എന്തെങ്കിലും ആവശ്യമില്ലല്ലോ, പുറത്തുള്ള പട്ടച്ചെലവൊന്നുമില്ല. ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് തരാം, അതും കഴിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ആ പൈസ ഭദ്രമായിട്ട് അവിടെ വെച്ചിരുന്നു. കാരണം വീട്ടിൽ പോകുമ്പം വീട്ടിലേക്ക് എന്തെങ്കിലും കൊച്ചു കൊച്ചുള്ള ആവശ്യങ്ങൾ ഇപ്പം 2 മാസം ആകാൻ പോകുന്നില്ലേ, പുറത്തൊരു പണിക്ക് പോയി ഞാൻ എത്ര രൂപ കിട്ടും. അന്നേരം ഇതിൽ നിന്നൊരു എൻ്റെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പങ്ക് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ മറ്റുള്ള രോഗിക്ക് കൊടുക്കാമല്ലോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാനിത് അനക്കാതെ വെച്ചിരുന്നത്. ഈ പൈസ പിന്നെ കൂടാതെ 2 പിച്ചക്കാരൻ്റെ കയ്യിൽ നിന്ന് കൈയിട്ട് വരുന്ന അവസ്ഥ അല്ലേ? പിച്ചക്കാരൻ്റെ കിച്ചച്ചട്ടി കൈയിട്ട് വരുന്നവരുണ്ട്. 2 ബ്ലൂടൂത്ത് സ്പീക്കർ, ഒന്ന് വലുത് ഒന്ന് ചെറുത്. ഇതൊക്കെ പലരും ഓഫർ ചെയ്തതാണ്. ഇതൊന്നും അല്ല എനിക്ക് ആവശ്യം. പലരുടെയും പൊതുജനങ്ങളുടെ ഒപ്പ്, അവരെ പരാതി നാളെ കൊടുക്കേണ്ടതാണ്. നാളെ കൊടുക്കേണ്ട സാധനമായിരുന്നു. മുഖ്യമന്ത്രിക്ക് നാളെ കൈമാറേണ്ട സാധനമാണ്. എനിക്കത് എനിക്ക് തന്ന സാധനം ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചതാണ്. എൻ്റെ കയ്യിലെടുത്ത സാധനം കണ്ടിച്ചാണ് മാറ്റിയത്. ഇത് കുറേ ഉണ്ടായിരുന്നു. അത് വെച്ചാൽ അപ്പോൾ ഈ 2 പെട്ടിയെ കിട്ടിയോളൂ. കറുത്ത ഫാനും കറുത്ത ഷർട്ടും തന്നെ 17 എണ്ണം ഉണ്ടായിരുന്നു. വാരിയുണ്ടോ, തുണി വാരിയുണ്ടോ? എനിക്ക് ഷാള എനിക്ക് അതൊക്കെ അതിനകത്ത് വെച്ചാൽ ഇല്ല കാണിക്കണം, ഓരോരുത്തരെ കാണിക്കണം. അല്ലെങ്കിൽ പറയൂടെ നാളെ. നിന്റെ വില, അതായത് അവിടെ
അവിടെ നിന്ന് ഇതുവരെ വന്ന കാസർഗോഡ് മുതൽ ഇതുവരെ വന്ന ഒരു പേപ്പർ പോലും എനിക്ക് കിട്ടിയില്ല. പേപ്പറുകൾ കംപ്ലീറ്റ് പോയി, എൻ്റെ പൈസ പോയി. പൈസ വിറവ് എല്ലാം പോയി. ഇത് എനിക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ആത്മഹത്യയുടെ വക്കിലാണ്. നീ ഇപ്പം തിരിച്ച് നാട്ടിൽ പോവേണം. എനിക്കിന്ന് വേറെ മാർഗ്ഗമില്ല. ഇവിടെ പോലീസുകാർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും കാര്യമില്ല. ആരെയാണ് നീതി എടുക്കുന്നത്? ഇപ്പം തിരിച്ച് നാട്ടിൽ പോകാനും കയ്യിൽ വണ്ടിക്കൂലിക്ക് പോലും ഒന്നുമില്ല. ഞാൻ ആകെ ഇത് കണ്ടോ, ഇത്രയും സാധനമാണ് എനിക്ക് അവരെടുത്ത് തന്നത്. എനിക്കിതല്ല ആവശ്യം, തൊഴുത് ഞാൻ. പക്ഷേ ഇത് ഞാൻ അടിവറ പറയുകയല്ല,